മനോരമയുടെ രാവിലത്തെ ഒരു വലിയ കണ്ടുപിടുത്തം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്രേ. 4ാം വാർഷികത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളെ കാണണ്ട എന്ന തീരുമാനത്തിൽ മാറ്റം വരുത്താനാണത്രേ ഇപ്പോഴത്തെ തീരുമാനം. ഒരു കാര്യം ഓർക്കുക, പിണറായി മനോരമയെ വിളിച്ച് പ്രത്യേകമായി അറിയിച്ച കാര്യമാണെന്ന് വിചാരിക്കുക. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മാറ്റത്തിനൊരുങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാർ നിയമനം ഇതിന്റെ ആദ്യ ചുവടാണ്. കൂടുതൽ ജനകീയമാക്കാനും ആശയവിനിമയം വിപുലമാക്കാനുമാണ് തീരുമാനം. അതൊക്കെ ഒരു ശരിയായ രീതിയല്ല സാധാരണഗതിയിൽ. കഴിയുന്നത് മാധ്യമങ്ങളെ കാണാതിരുന്ന നിലപാടിൽ മാറ്റം വരുത്തി എല്ലാ ആഴ്ചയിലും വാർത്താ സമ്മേളനം നടത്താമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം. കൂടാതെ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാനുള്ള പരിപാടികളും ആവിഷ്കരിക്കും. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം അതിർത്തിയിലെ പ്രശ്നങ്ങളിൽ മുങ്ങി. പ്രതീക്ഷിച്ച ജനശ്രദ്ധ കിട്ടിയുമില്ല. വരും ദിവസങ്ങളിൽ അതിന് കുറവ് നികത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ PR മാധ്യമ വിഭാഗങ്ങളോട് കൂടുതൽ സജീവമാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ട സന്ദർഭമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിന് പുതിയൊരു നരേഷൻ കൊണ്ടുവരണം. മാധ്യമങ്ങളെ കാണണ്ട എന്നുള്ള തീരുമാനം മാറ്റിയത്രേ. ആരാ ഈ മാധ്യമങ്ങൾ? വാർത്താ കച്ചവടത്തിന് വേണ്ടി മുതലാളിമാർ തുടങ്ങി വച്ചേക്കുന്ന സ്ഥാപനത്തെ നിങ്ങൾക്കൊരു ഓമന പേരിട്ട് വിളിക്കാം, പക്ഷേ നാട്ടുകാർക്ക് അതിന് സൗകര്യമില്ല. ഇന്നലകളിൽ പറയേണ്ട സന്ദർഭമായിരുന്നില്ല. 5 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് കാര്യങ്ങളെ വിശദീകരിക്കും. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാധ്യമങ്ങളെ കാണും, തീരുമാനം മാറ്റി എന്ന രീതിയിലൊക്കെ വളച്ചൊടിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. കഴിഞ്ഞ 5 വർഷം ചെയ്ത പല കാര്യങ്ങളും മുക്കി വെച്ചൊക്കെയാണ്, ജനം അറിയരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാൽ അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡാണ്. സ്വാഭാവികമായിട്ടും വാർത്താ കച്ചവടത്തിന് നല്ല സ്കോപ്പാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. മുതലാളിയുടെ പോക്കറ്റ് പണം വീഴുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുമ്പോൾ അത് മനോരമയുടെ ഉള്ളിൽ വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത വിറളി ഉണ്ടാക്കുന്നുണ്ട്. കാര്യം, നമ്മൾ പലതും ഒളിപ്പിച്ച് പിടിക്കുന്നത് നേരിട്ട് വന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രെയിമിൽ കൂടെ തന്നെ നാട്ടുകാർ കേൾക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്താൽ മതിയല്ലോ, മനോരമ അതങ്ങ് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ കാര്യങ്ങൾ കഴിയില്ലേ? പലതും അങ്ങനെയാണല്ലോ. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ രാവിലെ പത്രങ്ങളിൽ ഉണ്ടാകാറില്ലല്ലോ. പക്ഷേ സതീശൻ രാവിലെയും വൈകുന്നേരവും പറയുന്ന കാര്യങ്ങളെല്ലാം വെണ്ടയ്ക്ക നിരത്തി അച്ചടിച്ച് വരുന്നത് നാട്ടുകാർ കാണാത്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് മനോരമയുടെ ഈ പരിവേദനം അതൊരു തരത്തിൽ ഒരു കുളങ്കലക്കലാണ്. 5ാം വർഷത്തേക്ക് കടക്കുന്ന സർക്കാർ 5 വർഷം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതിന് എന്തെല്ലാം വഴി ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട്. നാട് എങ്ങനെ മാറിയെന്നും 10 വർഷങ്ങൾക്ക് മുന്നേ ചില പുണ്യാളന്മാർ ഭരിച്ച് ഓണം കേറാ മൂലയാക്കിയിട്ടിരുന്ന നാടിനെ ഇന്നിപ്പോൾ ലോകോത്തര നിലവാരത്തിലേക്ക് മുഖച്ഛായ മാറ്റുമ്പോൾ അതിനെക്കുറിച്ചൊന്നും സർക്കാർ ചെയ്തതല്ല, കേന്ദ്രത്തിൻ്റെ കയ്യിലോട്ടൊക്കെ കൊണ്ട് കൊടുക്കുന്ന ആ വൈദഗ്ധ്യം ഉണ്ടല്ലോ. മഞ്ഞ ഓൺലൈൻ ചാനലുകാരും പ്രമുഖരെന്ന് നടിച്ചു നടക്കുന്ന സംഘപരിവാറുകാരാൽ കുത്തി നിറയ്ക്കപ്പെട്ട പിണറായി വിരുദ്ധ ഇടതുവിരുദ്ധ മാപ്രകളുടെ കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തേ ഉള്ളൂ. അതിനെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അത് കൃത്യമായി ആലോചിച്ച് ചെയ്തിരിക്കും. അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പണിയെടുക്കാൻ അറിയാമെങ്കിൽ ആ എടുത്ത പണിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനുള്ള ഉത്തരവാദിത്വവും ആ സംവിധാനത്തിനുണ്ട്. അത് ചെയ്യുന്നേ ഉള്ളൂ. അതിനെ മനോരമയ്ക്ക് ഈ രീതിയിലും വക്രീകരിക്കാം. അത്രയായിട്ടേ ഈ നാട് അതിനെ വില കൽപ്പിക്കുന്നുള്ളൂ.